സിനിമാ മേഖലയിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചാണ് WCC എന്ന സംഘടന രൂപം കൊണ്ടത്. രൂപീകരണത്തിനു പിന്നാലെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഉൾപ്പെടെ നിർണായകമായ ഇടപെടലുകൾ നടത്തിയ സംഘടന പിന്നീട് പതിയെ നിഷ്ക്രിയമായി. യഥാർത്ഥത്തിൽ WCCക്ക് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാം. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിനു പിന്നാലെ 2017 നവംബർ 1-നാണ് ചലച്ചിത്ര മേഖലയിലെ വനിതകളുടെ കൂട്ടായ്മ പിറവികൊള്ളുന്നത്. WCC എന്ന ചുരുക്കപ്പേരിൽ വിമൺ ഇൻ സിനിമ കളക്ടീവ് സജീവമായി. തുടക്കകാലത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു. സിനിമാ നിർമ്മാണ യൂണിറ്റുകളിൽ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നത് മുതൽ പോഷ് നിയമം പാലിക്കണമെന്ന ഹൈക്കോടതി ഇടപെടലുകളിൽ വരെ WCC നിർണായക ഘടകമായി. കാലക്രമേണ WCC പിൻവലിഞ്ഞു തുടങ്ങി. പല വിഷയങ്ങളിലും മൗനം പാലിച്ചു. പ്രതികരണങ്ങളിൽ മിതത്വം. പിന്നീട് കണ്ടത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും മാത്രം ഒതുങ്ങുന്ന WCCയെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിൽ ഉൾപ്പെടെ നിർണായകമായ ഇടപെടൽ നടത്തിയെങ്കിലും പൊതുമധ്യത്തിൽ ഇറങ്ങിയുള്ള പ്രതികരണത്തിന് സംഘടന തയ്യാറാകുന്നില്ല എന്നത് ശ്രദ്ധേയം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ WCCയുടെ ഒരു സ്ഥാപക അംഗത്തിനെതിരെയും വിമർശനമുണ്ട്. ഇവർക്ക് സ്വാർത്ഥ താൽപര്യമെന്നും സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഘടനയുടെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് 2018-ൽ മഞ്ജു വാര്യർ രാജിവെച്ചതും നിലവിൽ സജീവ ചർച്ചയാകുന്നുണ്ട്. ചരിത്രം സൃഷ്ടിച്ച് പിറന്ന WCC പല വിഷയങ്ങളിലും നിശബ്ദമാകാൻ കാരണം എന്തെന്ന ചർച്ചയും സജീവമായിട്ടുണ്ട്. 24 കൊച്ചി.